ഓം ഗുങ്കുരിപ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 81 ശ്ലോകം 9-10. പീതാംബരം കരവിരാജിത ശങ്കചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലേശമനിശം ഹൃദി ഭാവയാമി. ഭൗമാപാകൃതകുണ്ടലം തം അതിദേദാതും പ്രയാതോ ദിവം ശക്രാദ്യൈ മഹിതസമം ദൈതയാ ദസ്യുസ്ത്രീഷു ദത്തഹ്രിയാം ഹൃത്വാ കൽപ്പതരം ഋഷാഭിപതിതം ജിതേന്ദ്രിയം അഭ്യാഗമഹാം തന്തു ശ്രീമദാദോഷൈദൃശൈതി വിഖ്യാതം യേവാകൃത. അന്വയം. അർത്ഥം: ദ്വിത്രീഷു സ്വർഗ സ്ത്രീകളിൽ ദത്തഹ്രിയ ലജ്ജയുണ്ടാക്കുന്ന ദൈതയാസമം പ്രിയപ്പെട്ട സത്യഭാമയോടുകൂടി തദ് ഭൗമാവാഘൃത കുണ്ടലം നരകാസുരൻ അപഹരിച്ച കർണാഭരണത്തെ അതിരെ ദേവമാതാവായ അതിരിക്ക് ദാതും കൊടുക്കുന്നതിനായി ദിവം സ്വർഗത്തെ പ്രയാത യാതനായ ശക്രാദ്യൈ ശക്രൻ തുടങ്ങിയവരാൽ മഹിതക ബഹുമാനിക്കപ്പെട്ടവനായി കൽപ്പതരും കൽപ്പകവൃക്ഷത്തെ ഹൃത്വ അപഹരിച്ചിട്ട് രുഷ കോപത്തോടുകൂടി അഭിപതിതം നേരെ വന്ന ഇന്ദ്രം ഇന്ദ്രനെ ജിത്വ ജയിച്ചിട്ട് അഭ്യാഗമ തൻ്റെ പുരത്തിലേക്ക് പോന്നു. തത്തു അതാകട്ടെ ശ്രീമദദോഷ ഐശ്വര്യമേറിയാൽ ഉണ്ടാകുന്ന അഹങ്കാരമാകുന്ന ദോഷം ഈ ദൃശ പ്രകാരം ഇതി എന്ന് വ്യാഖ്യാതം യവ വ്യക്തമാക്കുന്നതിനു വേണ്ടി തന്നെയാണ്. അകൃത അങ്ങ് ചെയ്തത്. ഹരിവു. വിവരണം: സുരസ്ത്രീകളെ സൗന്ദര്യം കൊണ്ട് ലജ്ജിപ്പിക്കുന്ന സത്യഭാമയൊന്നിച്ച് അവിടുന്ന് നരകാസുരൻ അപഹരിച്ച അതിഥിയുടെ കുണ്ടലം മടക്കി കൊടുക്കുന്നതിനായി ദേവലോകത്തേക്ക് പോയി. അവിടെ ഇന്ദ്രാദികളാൽ പൂജിക്കപ്പെട്ട അവിടുന്ന് ഭാമയുടെ ആഗ്രഹമനുസരിച്ച് അവളെ സന്തോഷിപ്പിക്കാൻ പാരിജാതം അപഹരിച്ചു. കോപിച്ചു വന്ന ഇന്ദ്രനെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി അവിടുന്ന് ദ്വാരയിലേക്ക് പോന്നു. ഐശ്വര്യമതം വന്നാൽ ഉണ്ടാകുന്ന ആപത്ത് ഇന്നതാണ് എന്ന് കാട്ടിക്കൊടുക്കാനാണോ ഇങ്ങനെ ചെയ്തതെന്ന് തോന്നും. ഹരിവു. ഓം ഗുങ്കുരിപ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 10. കൽപദ്രും സത്യഭാമോ ഭവനഭുവി സൃജൻ ദൃഷ്ടസാഹസ്രയോഷാഃ സ്വീകൃത്യ പ്രത്യകാരം വിഹിത ബഹുബവുർ ലാളയൻ കേളിഭേദൈം ആശ്ചര്യ നാരദാലോകിത വിവിധ ഗതിസ്തത്രാഭിഗേഹേ ഭൂയാ സർവാസു കുർവൻ ദശദശതനയാൻ പാകി വാതാലേശാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അന്വയം. അർത്ഥം: കൽപദ്രും ദേവവൃക്ഷമായ പാരിജാതത്തെ സത്യഭാമ ഭവനഭുവി സത്യഭാമയുടെ ഗൃഹാങ്കണത്തിൽ സൃജൻ സ്ഥാപിച്ചിട്ട് ദിഷ്ടസഹസ്രയോഷ 16,000 സ്ത്രീകളെ സ്വീകരിച്ചിട്ട് പ്രത്യകാരം ഗൃഹം തോറും വിഹിത ബഹുബഹു സ്വീകരിക്കപ്പെട്ട ശരീരത്തോടു കൂടിയവനായി കേളിഭേദൈ വിവിധ ലീലകളോടുകൂടി ലാളയൻ രസിപ്പിച്ചുകൊണ്ട് തത്ര അവിടെ ഗേഹേ അഭി ഓരോ ഗൃഹത്തിലും ഭുയക വീണ്ടും ആശ്ചര്യാൻ അത്ഭുതത്താൽ നാരദാലോകിത
വിവിധഗതി നാരദനാൽ കാണപ്പെട്ട പല ലീലകളോടു കൂടിയവനായി സർവാസു എല്ലാ ഭാര്യമാരിലും ദശ തനയാൻ 10 വീതം പുത്രന്മാരെ കുറുവൻ ജനിപ്പിച്ചു. വാതാലേശ ഗുരുവായൂരപ്പ പാഹി, എന്നെ രക്ഷിച്ചാലും ഹരിയു. സാരം: അവിടുന്ന് പാരിജാത വൃക്ഷത്തെ ഭാമാഗൃഹാങ്കണത്തിൽ സ്ഥാപിച്ചിട്ട് പിന്നീട് നരകാസുരനിൽ നിന്നും മോചിപ്പിച്ച് 16,000 സുന്ദരിമാരെ വിവാഹം കഴിച്ചു. അവരൊന്നിച്ച് ഓരോ ഗൃഹത്തിലും ഓരോ രൂപമെടുത്ത് ഭഗവാൻ പലതരം ലീലകളാടി. ഓരോ ഗൃഹത്തിലും അവിടുന്ന് ഗൃഹസ്ഥനായി. തൻ്റെ കൃത്യം കണ്ട് നാരദൻ അത്ഭുതപ്പെട്ടു. ഓരോ ഭാര്യയിലും 10 വീതം പുത്രന്മാർ ഭഗവാനുണ്ടായി. അങ്ങനെയുള്ള ഗുരുവായൂരപ്പ, എന്നെ രക്ഷിച്ചാലും. 81-ാം ദശകം സമാപ്തം. ഹരി ഓം.